ക്രിക്കറ്റിന്റെ ചരിത്രം. ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ക്രിക്കറ്റ് എന്നത് വെറുമൊരു കായിക ഇനം മാത്രം അല്ല. പലരും ഇന്ന് ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നത് ഒരു മതം ആയാണ് കണക്കാക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ കളിയുടെ ചരിത്രം ആദ്യം തുടങ്ങിയത് എവിടായിരുന്നെന്ന്? ക്രിക്കറ്റ് ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ ആളുകൾ ക്രിക്കറ്റ് ദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന സച്ചിനിലേക്കും മാത്രം ഒതുങ്ങുന്ന കളിയല്ല. അതൊരു 700 വർഷത്തോളം പഴക്കമുള്ള കഥയാണ്. ക്രിക്കറ്റിന്റെ ജനനം മുതൽ ഇന്നത്തെ IPL കാലഘട്ടം വരെ ലോകം മുഴുവൻ ആരാധകരുള്ള ഈ കളിയുടെ ചരിത്രം നമുക്ക് നോക്കാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. Stay tuned till the end. ഒടുവിലൊരു ഷോക്കിംഗ് ഫാക്ട് ഉണ്ട്. ഇംഗ്ലണ്ടിൽ 1300 കളിൽ ആണ് ക്രിക്കറ്റിന്റെ ജനനം. 13ാം നൂറ്റാണ്ടിലൊക്കെ ഇംഗ്ലണ്ടിലെ കുട്ടികൾ കളിച്ചിരുന്നൊരു വില്ലേജ് ഗെയിം ആയിരുന്നു ക്രിക്കറ്റ്. സൗത്തേൺ ഇംഗ്ലണ്ടിലെ പുറമ്പോക്കുകളിലായിരുന്നു ആദ്യമായി ക്രിക്കറ്റ് കളിക്കപ്പെട്ടത്. അന്ന് അവിടത്തെ ആട്ടിടയന്മാരും കുട്ടികളും കൂടി നേരമ്പോക്കിനായി തുടങ്ങിയതായിരുന്നു ക്രിക്കറ്റ്. സ്റ്റമ്പിനായി മരക്കൊമ്പുകളും ബാറ്റിനായി ഉണക്കമരത്തടികളും ആണ് ഉപയോഗിച്ചിരുന്നത്. ആ കാലത്തു അതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. 1598-ൽ ക്രിക്കറ്റ് എന്ന വാക്ക് ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1687-ലെ സ്കൂൾ മനുവേലുകളിൽ ഇതിനെ ഒരു പ്രോപ്പർ കായിക ഇനമായി എഴുതിവെച്ചതായി ഉള്ള രേഖകളുണ്ട്. ക്രിക്കറ്റിന്റെ ഒഫീഷ്യൽ ഫോർമാറ്റ് രൂപപ്പെടുന്നത് 1700കളിൽ ഇംഗ്ലണ്ടിലെ പുരുഷന്മാർക്കിടയിൽ ക്രിക്കറ്റ് എന്നത് ഒരു സീരിയസ് സ്പോർട്സ് ഐറ്റം ആയി മാറി. ലോർഡ്സ് ഗ്രൗണ്ട്, ലണ്ടനിൽ 1787-ൽ MCC മർലെബോണെ ക്രിക്കറ്റ് ക്ലബ് രൂപം കൊണ്ടു. അവരാണ് ക്രിക്കറ്റിന്റെ ആദ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയത്. തുടക്കത്തിലെ നിയമങ്ങൾ ആയതിനാൽ തന്നെ അതിൽ ഒരുപാട് പാകപ്പിഴകൾ ഉണ്ടായിരുന്നു. അണ്ടർആം ബൗളിംഗ് പോലെയുള്ള ഇന്ന് ഇല്ലീഗൽ ആയ പല ശൈലികളും അന്ന് ലീഗൽ ആയിരുന്നു. ഫീൽഡേഴ്സ് ബോൾ തൊപ്പിയിൽ ഒളിപ്പിച്ചുവെച്ച് റൺ ഔട്ട് ആക്കുന്ന നമ്മെ ചിരിപ്പിക്കുന്ന കളി നിയമങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു. അതുപോലെ അന്നത്തെ ക്രിക്കറ്റേഴ്സ് എല്ലാവരും ധരിച്ചിരുന്നത് വേസ്റ്റ് കോട്ട്സ്, ലോങ് ട്രൗസേഴ്സ് ആൻഡ് ഹാറ്റ്സ് ആയിരുന്നു. എന്നാൽ ഇന്ന് അത്തരം വസ്ത്രം ധരിച്ചുള്ള ഒഫീഷ്യൽ മത്സരങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ ചിരിച്ചുപോകും. ക്രിക്കറ്റിന്റെ ലോകം എമ്പാടുമുള്ള വളർച്ച. ബ്രിട്ടീഷ് കടന്നുകയറ്റങ്ങൾ ഉണ്ടായ കാലത്താണ് ക്രിക്കറ്റ് എന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ എത്തുന്നത്. ബ്രിട്ടീഷുകാർ കടന്നുകയറ്റം നടത്തിയ എല്ലാ രാജ്യങ്ങളിലും അവർ ക്രിക്കറ്റ് എന്ന കായിക ഇനം എത്തിച്ചു. ഇന്ത്യ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ എല്ലാം പിന്നീട് ക്രിക്കറ്റ് എന്ന വിനോദം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. 1721-ൽ ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷ് സൈനികർ ക്രിക്കറ്റ് കളിച്ചു. 1800-ൽ ബോംബെയിൽ പാർസീസ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് ആരംഭിച്ചു. 1877-ൽ ആണ് ലോകത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് നടന്നത്. ഓസ്ട്രേലിയ vs ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ച് ആയിരുന്നു അന്ന് നടന്നത്. ഇന്ത്യൻ ക്രിക്കറ്റും നമ്മുടെ സ്വപ്നങ്ങളുടെ തുടക്കവും. 1932-ൽ ആണ് ഇന്ത്യ ആദ്യമായി ഒരു ടെസ്റ്റ് മാച്ച് കളിക്കുന്നത്. എതിരാളികൾ ഇംഗ്ലണ്ട് തന്നെയായിരുന്നു. അന്ന് ടീം ഇന്ത്യയെ നയിച്ചിരുന്നത് ക്യാപ്റ്റൻ CK നായിഡു ആയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ റിയൽ ഡോമിനേഷൻ വന്നത് 1983-ൽ വേൾഡ് കപ്പ് ജയത്തോടെ ആയിരുന്നു. 1983-ലെ വേൾഡ് കപ്പ് കപിൽ ദേവ് ആൻഡ് ടീം ക്രിക്കറ്റ് ചരിത്രങ്ങൾ മാറ്റി എഴുതിയ ദിവസം ആയിരുന്നു. ക്രിക്കറ്റിനു ഇന്ത്യയിൽ റിയൽ പോപ്പുലാരിറ്റി വന്നത് ദൂരദർശനിൽ മാച്ച് സംപ്രേക്ഷണം തുടങ്ങിയപ്പോൾ മുതലാണ്. ലെജൻഡ്സ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. സച്ചിൻ തെണ്ടുൽക്കർ 90-ൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന അദ്ഭുത പ്രതിഭ ആയിരുന്നു. റെക്കോർഡുകൾ വാരിക്കൂട്ടിയ താരം. ആരാധകർ ക്രിക്കറ്റ് ദൈവം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. മഹേന്ദ്ര സിംഗ് ധോണി, ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന ധോണി ഇന്ത്യ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ ആയിരുന്നു. 1983-നു ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോക ചാമ്പ്യന്മാർ ആയി മാറുന്നത് ക്യാപ്റ്റൻ ധോണിയുടെ കീഴിലാണ്. കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഗ്രസീവ് ഫേസ് ആയി മാറിയ മികച്ച ഷോട്ടുകൾ കൈമുതൽ ആയുള്ള യുവ താരമായിരുന്നു കിങ് കോഹ്ലി എന്ന് ആരാധകർ സ്നേഹപൂർവ്വം വിളിക്കുന്ന വിരാട് കോഹ്ലി. രോഹിത് ശർമ്മ ഹിറ്റ്മാൻ എന്ന് ആരാധകർ വിളിക്കുന്ന രോഹിത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രതിഭാശാലിയായ ക്രിക്കറ്ററാണ്. കഴിഞ്ഞ കുറച്ചുകാലം മുൻപ് വരെയും ഇന്ത്യൻ ടീം നേടിയെടുത്ത എല്ലാ നേട്ടങ്ങൾക്കും മുൻപിൽ നിന്ന് ടീമിനെ നയിക്കാൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ കൂടിയായ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇത്തരം പ്രതിഭാശാലികളായ ക്രിക്കറ്റ് കളിക്കാർ ചേർന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലവര തന്നെ മാറ്റിയത്. പുതുതലമുറ ക്രിക്കറ്റ്. കാലാനുസൃതമായി ഒരുപാട് മാറ്റങ്ങൾ ക്രിക്കറ്റ് നിയമങ്ങൾക്കും ക്രിക്കറ്റ് ഫോർമാറ്റുകൾക്കും വന്നിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റും വൺഡേ ക്രിക്കറ്റും മാത്രം ഉണ്ടായിരുന്നിടത്തേക്ക് 20 ഓവർ ക്രിക്കറ്റ് കൊണ്ടുവന്നു. ഇത് വീണ്ടും ക്രിക്കറ്റ് എന്ന കളിയെ ത്രില്ലിംഗ് ആക്കി മാറ്റി.
2003-ലാണ് T20 ക്രിക്കറ്റ് എന്ന പേരിൽ 20 ഓവർ ക്രിക്കറ്റ് ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത്. 2007-ൽ ആദ്യ T20 വേൾഡ് കപ്പും നടന്നു. 2008 IPL വന്നപ്പോൾ ക്രിക്കറ്റ് ഫുൾ കൊമേഴ്ഷ്യലൈസ്ഡ് ആയി. ടീം ഓണേഴ്സ്, ഓപ്ഷൻസ്, ചിയർലീഡേഴ്സ് എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് ആയി മാറി. ഏറ്റവും നൂതന കാലഘട്ടമായപ്പോൾ ഫാന്റസി ലീഗ്സ്, ലൈവ് സ്ട്രീമിംഗ്, അൾട്രാ HD റീപ്ലേസ് തുടങ്ങിയ സംവിധാനങ്ങളും ക്രിക്കറ്റ് അനുബന്ധമായി വരവറിയിച്ചു. ക്രിക്കറ്റ് ജനങ്ങൾക്കിടയിൽ ഒരു ഇമോഷൻ ആണിപ്പോൾ. ഷോക്കിംഗ് ഫാക്ട്: ക്രിക്കറ്റ് ഇൻ ഒളിമ്പിക്സ്. നിങ്ങൾക്ക് അറിയാമോ? 1900 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഒരു സിംഗിൾ മാച്ച് മാത്രം കളിച്ചു. ഇംഗ്ലണ്ട് vs ഫ്രാൻസ് ആയിരുന്നു മത്സരം. ഫ്രാൻസ് ടീം മുഴുവൻ ബ്രിട്ടീഷ് കുടിയേറ്റക്കാർ ആയിരുന്നു. പിന്നീട് ഇതുവരെ ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് വന്നിട്ടില്ല. 2028-ലെ ഒളിമ്പിക്സിൽ എങ്കിലും ക്രിക്കറ്റ് തിരിച്ചുവരും എന്ന് പ്രതീക്ഷിക്കാം. ക്രിക്കറ്റ് എന്ന വിനോദം കുട്ടികളുടെ നേരം പോക്കായി തുടങ്ങി ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലെ ഒഴിച്ചുകൂടാനാകാത്ത വികാരമായി മാറിയ ചരിത്രം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല, അതിന് ഒരു അവസാനവും ഇല്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കമന്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്രിക്കറ്റ് മെമ്മറി ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നന്ദി.